ഈ വർഷത്തെ 9ാം ക്ലാസ് പബ്ലിക് പരീക്ഷയിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. പിക്ക് ഔട്ട് ദി നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഫ്രം ദ ഫോളോയിങ് സെൻറ്റൻസസ്. അതായത് നൗൺ ഫ്രേസും വേർബ് ഫ്രേസും കൃത്യമായിട്ട് കണ്ടെത്താനും അത് തിരിച്ചറിയാനും പരീക്ഷയിൽ പ്രസൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ആ 4 മാർക്ക് എങ്ങനെ ഉറപ്പാക്കണം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ഒരു സംശയമില്ല, പരീക്ഷയിൽ ഇതുപോലത്തെ ഒരു ചോദ്യം വരുമ്പോൾ ആ 4 മാർക്ക് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ അവസാനം വരെ ഈ വീഡിയോ കാണാം. നമുക്ക് നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ് എങ്ങനെ ഐഡൻറ്റിഫൈ ആണെന്ന് കൃത്യമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ട്രിക്കോടെ മനസ്സിലാക്കാം. ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറേ അനാവശ്യമായൊരു തിയറി ഒന്നും പറയാണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തിയറിയും പിന്നെ ഞാൻ ഇടയിൽ കുറച്ച് ട്രിക്സ് ഒക്കെ പറഞ്ഞുതരും. നിങ്ങൾക്ക് പരീക്ഷയിൽ എളുപ്പത്തിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റിയൊരു ട്രിക്സ് ഒക്കെ പറഞ്ഞുതരും. സോ അവസാനം വരെയും കാണാം കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എന്താണ് ഈ നൗൺ എന്ന് പറഞ്ഞാൽ? നൗൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സാധനങ്ങൾ. ഇപ്പം മനുഷ്യരാവാം, മനുഷ്യർ സാധനങ്ങളാണ്. സ്ഥലങ്ങളാവാം, അത് സാധനങ്ങളാണ്. പിന്നെ തിങ്സ് ആവാം. അപ്പോൾ ഇതൊക്കെയാണ് നൗൺസ്. നിങ്ങൾക്ക് മനസ്സിലാവും. സാധനങ്ങൾ അല്ലെ മനുഷ്യന്മാരല്ലേ സ്ഥലങ്ങൾ, ഇത്രയുള്ള സംഭവം. എന്നാൽ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻസ് ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഈ സെൻറ്റൻസിൽ എന്താണ്? ഫെയിൽഡ്, ഒരു ആക്ഷനാണ്, തോറ്റു അല്ലേ. പിന്നെന്താണ്? ആഡ് ചെയ്തു അല്ലെ, കളിച്ചു, കളിച്ചു, സിങ് ചെയ്യുക, വർക്ക് ചെയ്യുക, നടക്കുക, വാക്ക് ചെയ്യുക. അപ്പോൾ വാക്ക്, സിങ്, പ്ലേ ഒക്കെ എന്താണ്? വേർബ്സ് ആണ് അല്ലേ. ഇതിൽ കുറേ എന്താണ് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഗോയിങ് അല്ലെ, നടക്കുകയാണ്, പോവുകയാണ്. പിന്നെന്താണ്? ലുക്ക്, നോക്കി, സ്പീക്ക്, സംസാരിച്ചു, ഹെൽപ്പ്, സഹായിച്ചു, കളിച്ചു, മണത്തു അല്ലെ, വിസിറ്റ് ചെയ്തു, വാണ്ട്, ഫെയിൽഡ്. ഇതൊക്കെ എന്താണ്? വേർബ്സ് ആണ്. ബേസിക്കലി ആക്ഷൻസ് ആണ്, ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ഒരു ഫീല് മനസ്സിലുണ്ട്, ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഇവർ കൂടാതെ ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് വേർബ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നടക്കുക ഒക്കെ സാധാരണ വേർബ്സ് ആണ്, ചെയ്യുന്ന കാര്യങ്ങൾ. ആക്ഷൻ വേർഡ്സ് എന്നൊക്കെ പറയും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും നിങ്ങൾ ഇനി ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. ഈ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും വരുമ്പോൾ നമ്മൾ ഓക്സിലിയറി വേർബ്സ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. തിയറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവരൊക്കെയാണത് ഇസ്, വുഡ്, വാസ്, ഹാസ്. ഇവരൊക്കെയാണ് ഓക്സിലിയറി വേർബ്സ്. ഇവരെ നമ്മൾ വേർബ്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇസ് എന്ന് കണ്ടാൽ ഞാൻ നിങ്ങളോട് പറയും ഓക്സിലിയറി വേർബ് എന്നൊന്നും ഇനി പറയില്ല. അത് വേർബാണ് നമുക്ക്. ഇസ്, വാസ്, വേർ, പിന്നെ വുഡ്, മേ, മസ്റ്റ്, അങ്ങനെ കുറേ ആൾക്കാരല്ലേ. വാസ്, ഹാസ് നോട്ട്, വിൽ, ആർ അല്ലെ. ഇസ്, ആർ, വേറൊക്കെ സെയിം തന്നെ. ഹാസ്, ഹാവ്, വാസ്, ഇതൊക്കെ എന്താണ്? നമുക്ക് ഇവരൊക്കെ വേർബ്സ് ആണ്. ഇവരെ കണ്ടാൽ നമ്മൾ ഇനി വേർബ് എന്നേ വിളിക്കുള്ളൂ. ആക്ച്വലി വേർബ്സ് ആണ്. ഓക്സിലിയറി വേർബ്സ്, ഹെൽപ്പിംഗ് വേർബ്സ് എന്നൊക്കെയാണ് പറയുക. നമുക്ക് പക്ഷേ വേർബ് ഫ്രേസ് ഈ ടോപ്പിക് പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം ചെയ്യുമ്പോൾ ഇവരൊക്കെ നമ്മുടെ വേർബ്സ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകാം. ക്ലിയർ ആണല്ലോ? എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് നൗണല്ല. കാരണം ഇസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനമല്ല. അതുപോലെ ഹാസോ അല്ലെ വില്ലോ ഒന്നും സാധനങ്ങളല്ല. അപ്പം നിങ്ങൾക്ക് ഉറപ്പാണ് നൗണല്ല എന്ന്. പിന്നെ വേർബാണെന്ന് ആലോചിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി നേരെ ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി ചോദ്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിച്ചെടുക്കാം. ഇപ്പോൾ ചോദ്യം വരിക എങ്ങനെയാണ്? ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസസ് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് വായിക്കുക. മഹിമ ഡാൻസസ് വെരി വെൽ. മക്കളെ, മഹിമ എന്തായാലും വേർബ് അല്ല. മഹിമ ഒരു നൗൺ ആണെന്നാണ് തോന്നുന്നത് അല്ലേ? ശരിയല്ലേ? മഹിമ ഡാൻസസ് വെരി വെൽ. മഹിമ എന്തായാലും വേർബ് അല്ല. പക്ഷേ ഡാൻസസ് വേർബാണ്. ഡാൻസ് കളിക്കുകയാണ്, വേർബാണ്. ഉറപ്പാണ് നൗണല്ല. ഡാൻസസ് ഒരു സാധനമല്ല, ഒരു സ്ഥലമല്ല, ഒരു ആളല്ല. അപ്പോൾ ഡാൻസസ് വേർബാണ്. നിങ്ങൾ ഇത്രയും നോക്കണ്ടല്ലോ. നിങ്ങളുടെ ഫസ്റ്റ് വേർബ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അണ്ടർലൈൻ ചെയ്യുക, അവസാനം വരെ അണ്ടർലൈൻ ചെയ്യുക. അതായിരിക്കും വേർബ് ഫ്രേസ്. VP എന്ന് എഴുതാം, വേർബ് ഫ്രേസ്. ഫസ്റ്റ് വേർബിനെ പിടിക്കുക, അവസാനം വരെ അണ്ടർലൈൻ ചെയ്യുക, വേർബ് ഫ്രേസ് കിട്ടി. അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ആൾക്കാരൊക്കെ എന്താണ്? നൗൺ ഫ്രേസ് ആയിരിക്കും. ഇതായിരിക്കും നൗൺ ഫ്രേസ്. മഹിമയാണ് ഇവിടെ നൗൺ ഫ്രേസ്. അപ്പോൾ ഒറ്റ ആളേ ഉള്ളൂ, മഹിമ നൗൺ ഫ്രേസ്. മഹിമ ഒറ്റ ആൾ. സിമ്പിൾ. നെക്സ്റ്റ് നോക്കിക്കേ. അപ്പോൾ എൻ്റെ കൂടെ ചെയ്തു നോക്കുക. ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. ബാക്കി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ദ വെജിറ്റബിൾ ബോക്സസ് ഫെൽ ഫ്രം ദി ഷെൽഫ്. എന്തായാലും വേർബല്ല. വെജിറ്റബിൾ എന്ന് പറഞ്ഞ സാധനമാണ്, വേർബല്ല അല്ലേ, ആക്ഷൻ അല്ല, ആരും ചെയ്യാനില്ല. ബോക്സസ് എന്ന് പറഞ്ഞാൽ സാധനമാണ്. ഫെല്ല്, വീണു, അതൊരു ആക്ഷനാണ്, അതൊരു വേർബാണ്. ഫസ്റ്റ് വേർബ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഉറപ്പിച്ചോ, അതാണ് വേർബ് ഫ്രേസ്. അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ആൾക്കാരാണ് നൗൺ ഫ്രേസ്. അപ്പോൾ നൗൺ ഫ്രേസിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ്? ബേസിക്കലി നൗൺസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട്. ഇതിന് ആർട്ടിക്കിൾ എന്നൊക്കെ പറയും. അതൊന്നും ആലോചിക്കേണ്ട. ബേസിക്കലി എന്താണ്? സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബോക്സസ്, പിന്നെ അതിൻ്റെ ലെഫ്റ്റിലേക്കുള്ള ആൾക്കാർ. മനസ്സിലായി? ഇതിൽ വേർബ് ഒരിക്കലും ഉണ്ടാവില്ല. ഇത് നോക്കി, ഐ ലെഫ്റ്റ് മൈ സിസ്റ്റർ ഷൂസ് ഹിയർ. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വേർബായി. ഐ ലെഫ്റ്റ് ഒരിക്കലും നൗണല്ല. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു അല്ലേ, ഞാൻ അവിടെ വെച്ച് പോയി. ഉറപ്പിച്ച വേർബ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റിലേക്കുള്ള ഒക്കെ എന്താണ്? വേർബ് ഫ്രേസ് ആണ്. അതിൻ്റെ ലെഫ്റ്റിലുള്ള സാധനം മാത്രമേ നൗൺ ഫ്രേസ് ഉള്ളൂ. ഇതാണ് നൗൺ ഫ്രേസ്. ഒറ്റ ആളുള്ളൂ, ഐ മാത്രമേ ഉള്ളൂ നൗൺ ഫ്രേസ്. ഐ നൗൺ ഫ്രേസ്, ബാക്കിയുള്ള ലെഫ്റ്റ് മൈ സിസ്റ്റർ ഷൂസ് ഹിയർ.
അപ്പോൾ വേർബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ സാർ അപ്പോൾ ഇത് ഷൂസ് എന്ന് പറഞ്ഞാൽ നൗണല്ലേ എന്നൊന്നും ആലോചിക്കണ്ട. വേർബ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ളതൊക്കെ വേർബ് ഫ്രേസ് ആണ്. അത്രേ ഉള്ളൂ നമ്മൾ. അപ്പോൾ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ആക്കാൻ പറഞ്ഞാൽ ഇതേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. നോക്കിയേ, ദ ടൈഗർ എമേഴ്സ് വിത്ത് എ ലൗഡ് റോർ. ഇത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കിയേ, പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ, റെഡി, പോസ് ചെയ്ത് വിചാരിക്കുന്നത്. ടൈഗർ എമേഴ്സ്ഡ് കടന്നു വന്നു അല്ലേ, എമേഴ്സ് കഴിഞ്ഞു. അതൊരു ആക്ഷൻ, അതൊരു വേർബ് അല്ലേ, എമേഴ്സ് എന്ന് പറഞ്ഞാൽ വേർബാണ്, കഴിഞ്ഞു. വേർബ് ഫ്രേസ് കിട്ടി. ലെഫ്റ്റിലുള്ള ആളാണ് നൗൺ ഫ്രേസ്. ഇതാണ് നൗൺ ഫ്രേസ്. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഇത്രയുള്ള സംഭവം. ആ വേർബ് കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി തീർന്നു. മനസ്സിലായല്ലോ? ശരി, ഇനി ഒരു കാര്യം കൂടെ വേണം പരീക്ഷ ചോദിക്കാം. ഓരോ സെൻറ്റൻസിലും ഹെഡ് നൗൺ ആണ് ആരാന്ന് ചോദിക്കാം. ഇവിടെ ചോദിച്ചില്ല, ചിലപ്പോൾ വല്ലപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഹെഡ് നൗൺ ആരാണ്? ഹെഡ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ നൗൺ ആണ്. ഇവിടെ മഹിമ മാത്രമേ ഉള്ളൂ, അപ്പോൾ മഹിമയാണ്. ദ വെജിറ്റബിൾ ബോക്സിൽ, മക്കളെ ബോക്സ് ആണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ നൗൺ. വെജിറ്റബിൾ ബോക്സ് എന്ന് പറഞ്ഞാൽ ബോക്സിനെ എന്താണ്? ബോക്സിനെ വിശേഷിപ്പിക്കുന്നുള്ളൂ. വെജിറ്റബിൾ ബോക്സ് ഇപ്പോൾ എന്തിൻ്റെ ബോക്സ് ആയിരുന്നു? മെഷീനറി ബോക്സ് ആവാം, ടൂൾ ബോക്സ് ആവാം. അപ്പോൾ അതുപോലെ വെജിറ്റബിൾ ബോക്സ്. പക്ഷേ ബോക്സ് ആണ് ഹെഡ് നൗൺ. എന്നാണ് മെയിൻ നൗൺ അഥവാ ഹെഡ് നൗൺ എന്ന് വിളിക്കും. ഇവിടെ ഒരാളേ ഉള്ളൂ, അപ്പോൾ അതാണ് ഹെഡ് നൗൺ. ഇത് ടൈഗറിൽ ആരാണ് ഹെഡ് നൗൺ? ടൈഗർ ആണ് നമ്മുടെ മെയിൻ നൗൺ, അതിന് ഹെഡ് നൗൺ. അപ്പോൾ ഹെഡ് നൗൺ ചോദിച്ചാൽ നിങ്ങൾ ആ മെയിൻ നൗൺ ആരാണെന്ന് നോക്കുക. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആരാണ്? ഇവിടെ ബോക്സസ്, ഇവിടെ ടൈഗർ. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഇത് മനസ്സിലായി വിചാരിക്കും. ഇനി നമുക്ക് കുറേ ചോദ്യങ്ങൾ ചെയ്യാം. കാരണം ഈ നൗൺ ഫ്രേസിൻ്റെയും വേർബ് ഫ്രേസിൻ്റെയും ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ ആവും. ചോദ്യങ്ങൾ കുറവാകുമ്പോഴാണ് ഈ പരീക്ഷയിൽ എന്താണ് ഈ സംശയങ്ങൾ വരിക. മിക്കവാറും പരീക്ഷ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ അറിയാം, ഉത്തരം അറിയാം, പക്ഷേ സംശയങ്ങളാണ്. അപ്പോൾ ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വെറുതെ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ആക്റ്റീവ്ലി നിങ്ങൾ ഓരോ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ആൻസർ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് എന്തായിട്ട് മാച്ച് ചെയ്യണ്ടോ നോക്കുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ആ ഫ്യൂ ലോക്കൽ പീപ്പിൾ, ഇവിടെ ഒന്നും വേർബ് വന്നില്ല. ടുക്ക് അവർ പെർമിഷൻ. കഴിഞ്ഞു. വേർബ് വന്നാൽ തീർന്നു. വേർബ് ഫ്രേസ്, അതിന് മുൻപുള്ള ഫ്യൂ ലോക്കൽ പീപ്പിൾ നൗൺ ഫ്രേസ്. ഇതിലെന്താണ്? പീപ്പിൾ ആണ് ഹെഡ് നൗൺ. ശരിയല്ലേ? ലോക്കൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അത് പീപ്പിൾ, ആ മനുഷ്യന്മാരെ വിശേഷിപ്പിക്കുകയാണ്. ലോക്കലാണോ, ഇനിയിപ്പോൾ ടൂറിസ്റ്റ് പീപ്പിൾ ആണോ ഒക്കെ വിശേഷിപ്പിക്കാം. അതല്ല മെയിൻ നൗൺ, അതല്ല ഹെഡ് നൗൺ. ഹെഡ് നൗൺ പീപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ വേർബ് ഫ്രേസും നൗൺ ഫ്രേസും റെഡി. ഇതെന്ന് ചെയ്ത് നോക്കിയാൽ ദ കേജ് ഓൺ ദ ലോറി. ഇവിടെ വേർബ് ഇല്ലല്ലോ സാർ. ഇവിടെയാണ് ഓക്സിലറി വേർബ് വരുന്നത്. വാസ് എന്താണ് ഓക്സിലറി വേർബ്? ഇസ്, വാസ്, വേറെ, വില്ല്, മൈറ്റ്, ഗുഡ് ഒക്കെ ഓക്സിലറി വേർബ്സ് ആണ്. അതിപ്പോൾ വേർബ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ അത്ര ആലോചിച്ചാൽ മതി. കേജ് ഓൺ ദ ലോറി വരെ എന്തായാലും നൗണാണ്. അവിടെ വരെ വേർബ് എന്തായാലും വന്നില്ല. ഇവിടെ ഒന്നും വേർബ് വന്നിട്ടില്ല. വാസ് എന്ന് പറഞ്ഞാൽ വേർബ് അല്ല, അത് ഉറപ്പാണ്. വാസ് എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാണല്ലേ. ഐ ഇസ് അല്ല ഐ ആം. ഐ ഇസ് എന്ന് ഒരിക്കലും പറയില്ല. ഷീ ഇസ് എന്ന് പറയും. ഷീ ഇസ് അല്ല ഐ ആം, ഐ ക്യാൻ ഒക്കെ എന്താണ് ഒരു കുറച്ചെങ്കിലും ഒരു ആക്ഷൻ വേർബ്സ് ആണ് അല്ലെ, ആക്ഷൻ വേർഡ്സ് ആണ്. വാസ് കവേർഡ് അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി അങ്ങനെ ആലോചിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബൈ ഹാർട്ട് പിടിച്ചു വെക്കുക. ഇസ്, വാസ്, ദേർ, മൈറ്റ് ഒക്കെ എന്താണ്? എന്തായാലും നൗണല്ല. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ വേർബ് ഫ്രേസ് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ കളറ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്തിനാണ് ഫുള്ള് കാണിക്കുന്നത്? മഞ്ഞ കളറ് നൗൺ ഫ്രേസ്, മറ്റേ കളറ് വേർബ് ഫ്രേസ്. ഐ ഡിസൈഡഡ്, ഉറപ്പിച്ചോ? ഡിസൈഡിൽ തീർന്നു. ഞാൻ തീരുമാനിച്ചു. അവിടെ തന്നെ വേർബ് വന്നില്ലേ? ഡിസൈഡഡ്. ലെഫ്റ്റിലുള്ള ഐ മാത്രമേ ഉള്ളൂ. ഇവിടെ നൗൺ ഫ്രേസ്. ഓക്കെ, മിസ്റ്റർ തോറാഡ് റീച്ച്ഡ്. കഴിഞ്ഞു. റീച്ച് എവിടെ വേർബ് കണ്ടോ അവിടെ ചെക്ക്മേറ്റ് അടിക്കുക. റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ ദ ടൈഗർ വേർബ് ഫ്രേസ്. മിസ്റ്റർ തോറാഡ് മാത്രമേ ഉള്ളൂ ഇവിടെ നൗൺ ഫ്രേസ്. ഇനിയും ചോദ്യങ്ങൾ ചെയ്യാം. എൻ്റെ കൂടെ ചെയ്തു പോട്ടോ. മിസ്റ്റർ തോറാഡ് നോഡ് എന്ന് പറഞ്ഞാൽ എന്താ? തലയാട്ടി. അപ്പോൾ ഇതാണ് നോഡർ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. വേർബ് ഫ്രേസ് ഒറ്റ ആളേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. മിസ്റ്റർ തോറാഡ് നൗൺ ഫ്രേസ്. നെക്സ്റ്റ്, ദിസ് പസിൽഡ് മീ. ഇത് എന്നെ കൺഫ്യൂസ് ചെയ്തു. എവിടെയാണ് വേർബ് വരുന്നത്? ദിസിലല്ല. ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൗൺ ആണ്. ദിസ് ആണ്. പസിൽഡ്, എന്നെ കൺഫ്യൂസ്ഡ് ആക്കി. അവിടെ ആക്ഷൻ വന്നു കഴിഞ്ഞു. ഉറപ്പിച്ചു. വേർബ് ഫ്രേസ്, നൗൺ ഫ്രേസ്. ഹി വാസ് എ സൗത്ത് ഇന്ത്യൻ. വാസ് ഓക്സിലറി വേർബ്. കഴിഞ്ഞു. വാസ്, ഹിസ്, വാസ്, വേറെ ആറൊക്കെ എന്താണ്? ഓക്സിലറി വേർബ്സ് ആണ്. വാസിൽ വേർബ് വന്നു കഴിഞ്ഞു. ഹി മാത്രമേ ഉള്ളൂ നൗൺ ഫ്രേസ്. അല്ലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, വാസ് എന്താണ്? നൗണാണോ? വാസ് എന്തായാലും നൗണല്ല, ഉറപ്പാണ്. അവിടെ ചെക്ക്മേറ്റ് അടിച്ചു, ഉറപ്പിച്ചു. മിസ്റ്റർ തോറാഡ് റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ റീച്ചിൽ തന്നെ എന്താണ്? വേർബ് വന്നു. വേർബ് ഫ്രേസ്, നൗൺ ഫ്രേസ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇനി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് തന്നെയാണ് വരാൻ പോകുന്നത്. നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം ഇസ് മൈ ബ്രദർ. അപ്പോൾ ഇതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളായിരിക്കും ഇതിൽ ഹൂ ലോസ്റ്റ് ദ ഗെയിം
ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ തോറ്റു, അപ്പോൾ വേർബ് അല്ലേ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി മനസ്സിലാവും. ദ ബോയ് ഹു ലോസ്റ്റ് ദ ഗെയിം എന്ന് പറയുമ്പോൾ ഈ ലോസ്റ്റ് ദ ഗെയിം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ബോയിനെ ഡിഫൈൻ ചെയ്യാണ്. ഇപ്പോൾ വേണമെങ്കിൽ പറയുന്നത് ബോയ് ഈസ് മൈ ബ്രദർ എന്ന് പറയുന്നതിന് പകരം ദ ബോയ് ഹു ലോസ്റ്റ് ദ ഗെയിം. അപ്പോൾ ഈ ലോസ്റ്റ് ദ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ബോയ് ചെയ്ത കാര്യമല്ല, ഈ സെൻറ്റൻസിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ സെൻറ്റൻസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ദ ബോയ് ഈസ് മൈ ബ്രദർ. ആ ബോയിനെ ഒന്നും കൂടി എന്താണ് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കളി തോറ്റ ആ ബോയ് അവനാണ് എൻ്റെ ബ്രദർ. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഈ ലോസ്റ്റ് ദ ഗെയിം നമ്മുടെ വേർബിഡ് ഫ്രേസിൻ്റെ ഭാഗമായിട്ടല്ല, അത് ഈ നൗണിനെ ഒന്നും കൂടി വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചാടിക്കയറിയിട്ട് ഈ വേർബ് ലോസ്റ്റ് ദ ഗെയിം എല്ലാം കൊണ്ട് വേർബ് ഫ്രേസ് ആക്കരുത്. കാരണം ഈ ലോസ്റ്റ് ദ ഗെയിം എന്താണ് ഇവന് എന്ത് ചെയ്യാനാണ്, ഇവനെ വിശേഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സെൻറ്റൻസ് എന്താവുമായിരുന്നു? ദ ബോയ് ഈസ് മൈ ബ്രദർ ആയാൽ മതിയായിരുന്നു. അപ്പം ജസ്റ്റ് ഇതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് അത് വേർബ് ഫ്രേസ് അല്ല. അപ്പോൾ അവിടെ അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് ശരിയായി കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ആരാണ് ഫസ്റ്റ് വേർബ്? ദ ബോയ് ഹു ലോസ്റ്റ് ദ ഗെയിം. ലോസ്റ്റ് വേർബ് അവിടെ വേർബ് അല്ല, കാരണം അത് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇസ്സിൽ പിടിക്കുക, ഓക്സിലറി വേർബ് ഒന്ന്. ഇസ് മൈ ബ്രദർ ആണ് നമ്മുടെ വേർബ് ഫ്രേസ്. അതിന് മുൻപുള്ള ആൾക്കാരൊക്കെ നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ അതൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വേർബ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതല്ല വേർബ് ഫ്രേസ്. അവിടെ വേർബ് ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ദ ഫസ്റ്റ് ബെഞ്ച് ഗേൾസ് ആർ സ്മാർട്ട്. ഫസ്റ്റ് ബെഞ്ച് ഗേൾസിലൊന്നും വേർബ് ഇല്ല, ഗേൾസിലും വേർബ് ഇല്ല. ആറിൽ വന്നു, ആറിൽ ഓക്സിലറി വേർബ് വന്നു. അവിടെ ആർ സ്മാർട്ട് എന്താണ്, അതാണ് വേർബ് ഫ്രേസ്. ഇതിനാണ് നൗൺ ഫ്രേസ്. ദ ഫസ്റ്റ് ബെഞ്ച് ഗേൾസ്, സിമ്പിൾ. ഓക്കെ, വേണമെങ്കിൽ ഇതിങ്ങനെ ചോദിക്കായിരുന്നു, ദ ഫസ്റ്റ് ബെഞ്ച് ഗേൾസ് ഹു സിങ് വെൽ ആർ സ്മാർട്ട്, അല്ലെ ഹു സാങ് വെൽ ആർ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ സിങ്ങും സാങ്ങും എന്താണ്, ആ ഫസ്റ്റ് ബെഞ്ച് ഗേൾസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ബെഞ്ച് ഗേൾസ് ഹു സിങ്സ് വെൽ, അല്ലെ ഹൂസ് ദേ ആണ്. അപ്പോൾ ദേ സിങ് വെൽ ആണ്. ദേ സിങ് വെൽ എന്ന് പറഞ്ഞാൽ അവിടെ സിങ് എന്താണ്, അത് നോൺ ഫ്രേസിൻ്റെ ഭാഗമാണ്. അത് വേർബ് ഫ്രേസിൻ്റെ ഭാഗമായിട്ട് കൂട്ടരുത്. അപ്പോഴും ആർ സ്മാർട്ട് തന്നെയാണ് വേർബ് ഫ്രേസ്. കാരണം ആ ഫസ്റ്റ് ബെഞ്ച് വേൾ ഹൂ സിങ് വെൽ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്, അവിടെ വേർബ് ഫ്രേസ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അലീന ആൻഡ് ഹെർ സിസ്റ്റർ സിങ് വെൽ. ഓക്കെ, അലീന ആൻഡ് ഹെർ സിസ്റ്റർ ഇവിടെ ഒന്നും വേർബ് വന്നില്ല. സിങ് വെൽ, ദേ സിങ് വെൽ അല്ലേ. അപ്പോൾ സിങ് വെൽ എല്ലാം വന്നിരിക്കുന്നത്. ഇതാണ് എന്ത്, നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്. ദാറ്റ് മാൻ ഇൻ ഗ്രീൻ ഷർട്ട് ഇസ് മൈ അങ്കിൾ. ഓക്കെ, ഇതെവിടെയാണ്? ദാറ്റ് മാൻ ഇൻ ഗ്രീൻ ഷർട്ടിലൊന്നും വേർബ് വന്നിട്ടില്ല. ഇസ് മൈ അങ്കിളാണ്, ഇസ്സിലാണ് ഓക്സിലറി വേർബ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട്. വേർബ് ഫ്രേസ്, ഇത് നൗൺ ഫ്രേസ്. മനസ്സിലാവുണ്ടോ മക്കളെ? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ നമുക്ക് ഇനിയും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് 2022 പബ്ലിക് പരീക്ഷ വന്നൊരു ചോദ്യമാണ്. നമുക്ക് ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഫ്രം ദ ഫോളോയിങ് സെൻറ്റൻസ്. സബ്ജക്ട് പൊസിഷനിൽ നൗൺ ഫ്രേസ് ആണ് എപ്പോഴും പരീക്ഷയിൽ വയ്ക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നൗൺ ഫ്രേസ് വെച്ച് നമ്മൾ വേർബ് ഫ്രേസ് ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ദ ലിറ്റിൽ ചൈൽഡ് വാസ് ക്രൈങ് ഫോർ ദ മിൽക്കിൽ. വാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആം, ഇസ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ് ഒക്കെ എന്താണ് ഓക്സിലറി വേർബ്സ് ആണ്. അതുപോലെ വാസും എന്താണ്, വാസ് എന്ന് പറഞ്ഞാൽ ഇസിൻ്റെ പാസ്റ്റ് ആണ് അല്ലേ. ഹീ ഈസ് ഡ്രിങ്കിങ്, ഹീ വാസ് ഡ്രിങ്കിങ്, പാസ്റ്റ് ടെൻസ് ആണ്, അത്രേ ഉള്ളൂ. അപ്പം വാസ് എന്താണ്, ഓക്സിലറി വേർബ് ആണ്. സോ അവിടെ മുതൽ എന്താണ്, വേർബ് ഫ്രേസ് ആണ്. ഓക്കെ, അപ്പോൾ ക്രൈയിങ് മുതലല്ല, ഓക്സിലറി വേർബ് വന്നാൽ അവിടെ മുതൽ വേർബ് ഫ്രേസ് ആണ്. ഓക്കെ, ലെഫ്റ്റ് കിടക്കുന്ന ആൾ നമുക്ക് കളറൊന്ന് മാറ്റാം, പച്ച കളറും ഓറഞ്ച് കളറാക്കാം. ഈ പച്ച കളറുള്ള ദി ലിറ്റിൽ ചൈൽഡ് ആണ് നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. സിമ്പിളായിട്ട് കിട്ടി. അടുത്ത ചോദ്യം, ചൈൽഡ് വാസ് കണ്ടോ, ഉറപ്പിച്ചോ, തീർന്നു. വേർബ് ഫ്രേസ് ആണിത്. ലെഫ്റ്റ് കിടക്കുന്ന ദ ചൈൽഡ് മാത്രം നോൺ ഫ്രേസ് ആണ്. ദ വിമൻ ഗേവ് എന്ന് പറഞ്ഞാൽ ഗിവിൻ്റെ പാസ്റ്റ് ആണ് അല്ലേ. ഗിവ് കൊടുക്കുക. ഇറ്റ് ഇസ് സിംപ്ലി എന്താണ്, വേർബ് ആണ്, ഒന്നും ആലോചിക്കാനില്ല. വേർബ് ഫ്രേസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ലെഫ്റ്റ് കിടക്കുന്ന ആൾ ദ വിമൻ മാത്രമേ ഉള്ളൂ നോൺ ഫ്രേസ്. എ കൈൻഡ് ഓഫ് ചൈനീസ് ഒന്നും വേർബല്ല, വുമൺ വേർബല്ല. ഫെഡ് ദ ബേബി, ഫീഡിൻ്റെ പാസ്റ്റൻസ് അല്ലേ. ഫീഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക, അതിൻ്റെ പാസ്റ്റൻസ് ആണ് ഫെഡ്. സോ ഇവിടെ കിടക്കുന്ന ഈ ഫെഡ് മുതലുള്ള വേർബ് ഫ്രേസ് ആണ്. ലെഫ്റ്റിൽ കിടക്കുന്നത് എ കൈൻഡ് ഓഫ് ചൈനീസ് വിമൺ ആണ് നമ്മുടെ നൗൺ ഫ്രേസ്. സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെ. പിക്ക് ഔട്ട് ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഫ്രം ദ ഫോളോയിങ് സെന്റൻസസ്. അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ എന്ന ഓക്സിലറി വേർബ്സ് ആണ്. അപ്പോൾ ഓക്സിലറി വേർബ്സ് ഐഡന്റിഫൈ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ഇമേജസിൽ ഓക്സിലറി വേർബ്സ് ലിസ്റ്റ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കുറേ കിട്ടും. അത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഹാഡ്, ഹാവ് ഒക്കെ എന്താണ്, ഓക്സിലറി വേർബ്സ് ആണ്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മതി. ഹാഡ് എന്ന് പറഞ്ഞാൽ നൗൺ ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഹാഡ് സാധനമല്ല അല്ലേ, അപ്പോൾ നൗണല്ല. അപ്പോൾ ഓക്സിലറി വേർബ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഓക്സിലറി വേർബ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഇമേജസിൽ തന്നെ കിട്ടും. അത് നോക്കി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഹാഡ് മുതൽ ഒരു സംശയമില്ല എന്താണ്, വേർബ് ഫ്രേസ് ആണ്. സോ മിക്കാലി മാത്രമേ ഇവിടെ ഉള്ളൂ നൗൺ ഫ്രേസ് ഉള്ളൂ. ദ പുവർ ബോയ്,
അപ്രോച്ച് അല്ലേ, അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വേർബ് വന്നു അല്ലേ, അപ്രോച്ച് വേർബാണ്. സോ അതിനുശേഷമുള്ള വേർബ് ഫ്രേസ് ആണ് പോർ ബോയ് മാത്രമേ ഉള്ളൂ നോൺ ഫ്രേസ്. ഓൾ ദ വിമൻ ഇൻ ദ ക്യാമ്പ്, അതൊന്നും കുഴപ്പമില്ല. ഇൻ ദ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വേർബ് അല്ല കേട്ടോ. ഓക്കെ, ക്യാമ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ സോ കണ്ടു, അതല്ലേ ഫസ്റ്റ് വേർബ്, അതിന് ശേഷമുള്ളൊക്കെ വേർബ് ഫ്രേസ് ആണ് വിചാരിക്കും. അല്ല, കാരണം ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ. ഓൾ ദി വിമൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൂ സോ ദ ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഓൾ ദി വിമനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഓൾ ദി വിമൻ ഹൂ സോ ദ ചൈൽഡ് ഗേവ് വെൻ ടു ക്രൈസ് ഓഫ് ഹൊറർ. അപ്പോൾ ഈ ഹൂ സോ ദ ചൈൽഡിൽ ഈ സോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ ചെയ്ത കാര്യമൊന്നും അല്ല പറയുന്നത്, ഇവർ ചെയ്തൊരു ആക്ഷൻ വേർബൊന്നും അല്ല പറയുന്നത്, ജസ്റ്റ് അവരെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഈ വിമണൊക്കെ ഈ കുട്ടീനെ കണ്ട ആ പെണ്ണുങ്ങൾ അല്ലേ, കുട്ടീനെ കണ്ട ആ ലേഡീസ് അല്ലെ വിമൻ, അവരെ പറ്റി പറയുന്നു. അവരെന്ത് ചെയ്തു അതാണ് അടുത്ത ഭാഗത്ത് വരുന്നത്. ഗേവ് വെൻ ടു ക്രൈസ് ഓഫ് ഹൊറർ. ഗേവ്, ആ ഗിവിൻ്റെ പാസ്റ്റ് ടെൻസ് ഗേവ്, അവിടെ മുതലാണ് വേർബ് ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ മുതലേ ശരിക്കും വേർബ് ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവരെന്ത് ചെയ്തു എന്നാണ് ആ സെൻറ്റൻസ് ആയിരിക്കും, ആ ഒരു ഫ്രേസിനെയാണ് നമ്മൾ വേർബ് ഫ്രേസ് എന്ന് വിളിക്കുക. അവരെന്താ ചെയ്തത്? ദേ ഗേവ് വെൻ ടു ക്രൈസ് ഓഫ് ഹൊറർ. ക്ലിയർ ആണല്ലോ, മനസ്സിലല്ലേ? അപ്പോൾ അതിൻ്റെ മുൻപുള്ള ഒക്കെ എന്താണ്? നൗൺ ഫ്രേസ് തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി ഈ ഹൂ സോ ദ ചൈൽഡിനെ റിലേറ്റീവ് ക്ലോസ് എന്നൊക്കെ വിളിക്കും. അങ്ങനെ ഭയങ്കര ടെക്നിക്കാലിറ്റി നോക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഓൾ ദ വിമനെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൂ സോ ദ ചൈൽഡ് എന്ന് പറയുന്നത് അല്ലെ, ഓൾ ദ വിമൻ ഹൂ സോ ദ ചൈൽഡ്. കാരണം ഓൾ ദ വിമൻ ഇൻ ദ ക്യാമ്പ് ഗേവ് വെൻ ടു ക്രൈസ് ഓഫ് ഹൊറർ എന്ന് പറയുന്നത് അത്രയും സെൻസ് ഉണ്ടാക്കുന്ന കാര്യമല്ല. കാരണം ഓൾ ദി വിമൺ അല്ലല്ലോ. ആരൊക്കെയാണ് ഓൾ ദി വിമൻ ഹൂ സോ ദ ചൈൽഡ്? ആ കുട്ടിയെ കണ്ട എല്ലാ പെണ്ണുങ്ങളും എന്താണ് ഗേവ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹൂ സോ ദ ചൈൽഡ് ഇസ് ജസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദീസ് വിമൻ. സോ യു കനോട്ട് ട്രീറ്റ് ഇറ്റ് ആസ് വേർബ് ഫ്രേസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ അത് ആലോചിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ സെൻറ്റൻസ് വരാം, അലൻ സാർ ഹൂ ഇസ് ഗുഡ് അറ്റ് സിംഗിങ് അലൻ സാർ ഹൂ ഇസ് ഗുഡ് അറ്റ് സിംഗിങ് ഡ്രോവ് ടു ദി മോൾ. ഇതിലേതാ വേർബ് ഫ്രേസ്? അലൻ സാർ ഈസ് ഗുഡ് അറ്റ് സിംഗിങ്, നിങ്ങൾ സിംഗിങ് സാർ സിംഗിങ് ആണോ? അല്ല, അലൻ സാർ ഹൂ ഇസ് ഗുഡ് അറ്റ് സിംഗിങ് എന്ന് പറഞ്ഞാൽ അലൻ സാറിനെ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്താണ്? ഡ്രോവ് ടു ദി മോൾ ആണ്. ആ ഡ്രോവ്, വണ്ടി ഡ്രൈവ് ചെയ്ത് പോയി, ആ ഡ്രോവ് ടു ദി മോൾ ആണ് വേർബ് ഫ്രേസ്. അലൻ സാർ എന്താ ചെയ്ത? ഹി ഡ്രോവ് ടു ദി മോൾ, അല്ലാണ്ട് സിംഗ് ചെയ്തിട്ടില്ല. അലൻ സാർ ഹൂ ഇസ് ഗുഡ് അറ്റ് സിംഗിങ് എന്നേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ വേണം വരാം, അർച്ചന മിസ് ഹൂ ഡാൻസസ് വെൽ ഇസ് ടേക്കിംഗ് എ വാക്ക്. ഓക്കെ, അപ്പോൾ അതിലെന്താ വേർബ് ഫ്രേസ്? ഡാൻസസ് ആണോ? ഡാൻസസ് മുതലാണോ? അല്ല, അർച്ചന മിസ് ഹൂ ഡാൻസസ് വെൽ എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് അർച്ചന മിസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ, എക്സ്ട്രാ ഇൻഫർമേഷൻ പറയുന്നുള്ളൂ. എന്താ അർച്ചന മിസ് ചെയ്തേ എന്നുള്ളതാണ്. എന്താണ്? ടേക്കിംഗ് എ വാക്ക് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അർച്ചന മിസ് ഹൂ ഡാൻസസ് വെൽ ജസ്റ്റ് അർച്ചന ഡിസ്ക്രൈബ് ചെയ്യുന്ന നൗൺ ഫ്രേസ് തന്നെയാണ്. ടേക്കിംഗ് എ വാക്ക്, ഇസിൽ ഓക്സിലറി വേർബ് വന്നു, മുതൽ ടേക്കിംഗ് എ വാക്ക് ആണ്. അർച്ചന മിസ് എന്ത് ചെയ്തു? ടേക്കിംഗ് എ വാക്ക്, ഷീ ഈസ് ടേക്കിംഗ് എ വാക്ക്. അവിടെയാണ് വേർബ് ഫ്രേസ് വരുന്നത്. ഹൂ സിങ്സ് വെൽ അല്ലെ ഹൂ ഡാൻസസ് വെൽ ജസ്റ്റ് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. അത് നൗൺ ഫ്രേസിൻ്റെ ഭാഗമാണ്. ആക്ച്വലി റിലേറ്റീവ് ക്ലാസ് എന്ന് പറയും, പക്ഷേ നൗൺ ഫ്രേസിൻ്റെ ഭാഗമാണ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എ കൈൻഡ് ചൈനീസ് വുമൺ, ഇവിടെ ഒന്നും വേർബ് ഫ്രേസ് വരുന്നില്ല. ഫൈനലി ഗേവ് ഇറ്റ് മിൽക്ക്. ഓക്കെ, ഫൈനലി ഒന്നും വേർബ് അല്ല, ഗേവ് ഇറ്റ്, ഗിവിൻ്റെ പാസ്റ്റ് ടെൻസ് ഗേവ് മുതലാണ് വേർബ് തുടങ്ങുന്നത്. സോ ദിസ് ഇസ് വേർബ് ഫ്രേസ്, ദിസ് ഇസ് നൗൺ ഫ്രേസ്. ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഡക്ലിംഗ് ലെഫ്റ്റ് ദ പൂൾ. ലെഫ്റ്റ്, ലീവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ലെഫ്റ്റ്. സോ ലീവ് അവിടെ മുതലാണ് വേർബ് ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റിലുള്ള നൗൺ ഫ്രേസ് ആണ്. ദ ഡക്ലിംഗ് ലെഫ്റ്റ് ദ പൂൾ, അത് സെയിം സെൻറ്റൻസ് തന്നെ, കുറച്ചുകൂടി എക്സ്ട്രാ ഇൻഫർമേഷൻ വേർബ് ഫ്രേസിൽ വരുന്നു. ഇൻ ദ മോർണിംഗ് എന്ന് വരുന്നുള്ളൂ. ഡസൻ മേക്ക് എ ഡിഫറൻസ്. ഡക്ലിംഗ് തന്നെയാണ് നൗൺ ഫ്രേസ്. ആ ഫോക്സ് വാസ് ഉറപ്പിച്ചോ? തീർന്നു, വാസിൽ തീർന്നു, ചെക്ക്മേറ്റ്. വാസ് വെയിറ്റിംഗ് ഫോർ വാസ് മുതൽ വേർബ് ഫ്രേസ് ആണ്. ഫോക്സ് മാത്രം നോൺ ഫ്രേസ്. ദ ഫോക്സ് കിൽഡിൽ തന്നെ തീർന്നു. കിൽഡ് എന്ന് പറഞ്ഞാൽ വേർബാണ്, അവിടെ വേർബ് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ എന്താണ്? ദ ഫോക്സ് കിൽഡ് എന്ന് തന്നെ. അപ്പോൾ കിൽഡ് ഫോക്സ് ചെയ്ത കാര്യമാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ സെൻറ്റൻസിനകത്ത് ദ ഫോക്സ് ഹൂ വാസ് വെരി കണ്ണിങ് അല്ലെ, ദ ഫോക്സ് ഹൂ എന്താണ് ഹൂ ഹൺസ് വെൽ. കിൽ ദ ഡക്ലിങ്ങിൽ ഹണ്ട് എന്തല്ല, വേർബ് ഫ്രേസിൻ്റെ ഭാഗമല്ല. ദ ഫോക്സ് ഹൂ ഹൺസ് വെൽ എന്ന് പറയുന്നതിൽ ആ ഹൂ ഹൺസ് വെൽ ഫോക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? കിൽഡ് മുതൽ തന്നെയുള്ളൂ വേർബ് ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന അതിനെ റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കും. അതെന്താണ്? അത് വേർബ് ഫ്രേസിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. മനസ്സിലാവുന്നുണ്ട്? അത് ആ ഒരു കോംപ്ലിക്കേഷൻ മാത്രമേ ഇവിടെ വരാൻ സാധ്യതയുള്ളൂ. ദ ഫോക്സ് ടുക്ക് റെസ്റ്റ്, ഇതിൽ ടുക്കിൽ തന്നെ വേർബ് ഫ്രേസ് വരുന്നുണ്ട്. കാരണം ടുക്ക് എന്ന് പറഞ്ഞാൽ ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സോ ടേക്ക് അല്ലേ, ടേക്ക് വേർബാണ്.
ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് took. സോ ഇത് ഫോക്സ് മാത്രമേ ഉള്ളൂ verb phrase ഇവിടെ. ഇവിടെയും verb phrase ഫോക്സ് മാത്രമേ ഉള്ളൂ. The duckling died. നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ the duckling died എന്നാണ്. The duckling ഒന്നും verb അല്ല, died എന്ന് മാത്രമേ ഉള്ളൂ verb phrase. സോ ഇത് നിങ്ങൾക്ക് കാണാത്തതുകൊണ്ട് ഞാൻ ഒന്ന് പൊക്കാൻ നോക്കട്ടാ. അപ്പോൾ ബാക്കിയൊക്കെ തെറ്റിപ്പോയി, മാറിപ്പോയി, കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ വായിക്കാം, കാരണം കാണാൻ വേണ്ടി പൊക്കിയതാ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ദ ഡക്ലിംഗ് ഡൈഡ് മാത്രമേ ഉള്ളൂ verb phrase, ഒറ്റ വേർബേ ഉള്ളൂ. ഡക്ലിംഗ് ആണ് noun phrase. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ചോദ്യം ചെയ്യാൻ പറ്റണം. പക്ഷേ എങ്കിലും ഒന്നും കൂടി നമുക്ക് സെറ്റാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ആ ഹോംവർക്കും കൂടി നിങ്ങൾ ചെയ്യണം. ഓക്കെ, അതും കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ 100% ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹോംവർക്ക് 1 എന്ന് എഴുതുക, എ എന്ന് എഴുതുക, NP VP. NP എന്ന് പറഞ്ഞാൽ അതിൻ്റെ noun phrase, VP എന്ന് പറഞ്ഞാൽ verb phrase. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ആൻസറിൽ എഴുതേണ്ടത് എങ്ങനെയാണ്? നോഡഡ് മാത്രമേ ഉള്ളൂ verb അല്ലേ? മിസ്റ്റർ തോരാട്ട് മനുഷ്യനാണ്. സോ noun phrase എന്ന് എഴുതുക, മിസ്റ്റർ തോരാട്ട് എന്ന് എഴുതുക, verb phrase VP എന്ന് എഴുതുക, നോഡ്. ഇനി അത് A ആണ്. ഇനി B എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എഴുതുക. C എന്ന് എഴുതി ഇതിൻ്റെ കറക്റ്റ് ആൻസർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ഹോംവർക്കിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. 3, 2, 1 സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. മൂന്നാമത്തെ ഹോംവർക്ക് തന്നെ സ്ക്രീൻഷോട്ട്. ഈ 3 എണ്ണം കൂടി ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ noun phrase-ലെ verb phrase, noun phrase-ലെ മാസ്റ്റേഴ്സായി. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയിൽ ഞാൻ പറഞ്ഞ പോലത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, നന്നായിട്ട് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി നിങ്ങളൊരു ലൈക്ക് ബട്ടണിൽ ലൈക്കും കൂടി അടിക്കാൻ മറക്കണ്ട. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കാനും മറക്കണ്ട. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ, എന്നോട് കാണിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സപ്പോർട്ട്, ഏറ്റവും ചെറിയ കാര്യം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമാണ്. ബൈ ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.